പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വി ആർ ഡിസ്കസിംഗ് ദ 8th ചാപ്റ്റർ ഓഫ് +2 ബിസിനസ് സ്റ്റഡീസ് ആൻഡ് വി ആർ ഇൻ ദ സെക്കൻഡ് സെഷൻ ഓഫ് ദ 8th ചാപ്റ്റർ +2 ബിസിനസ് സ്റ്റഡീസ് കൺട്രോളിംഗ് ആൻഡ് വി ആർ ഡിസ്കസിംഗ് ഓൺലി ദ ഫോക്കസ് ഏരിയ. നമ്മൾ പഠിക്കുന്നത് ഫോക്കസ് ഏരിയ മാത്രമാണ്. ആൻഡ് ഇൻ ടുഡേയ്സ് സെഷൻ വി വിൽ ഡിസ്കസ് ട്രഡീഷണൽ ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ട്രഡീഷണൽ ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ക്ലാസ്, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഓൾസോ എനേബിൾ ദ ബെൽ ബട്ടൺ സോ ദാറ്റ് യു വിൽ റിസീവ് നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ന്യൂ ക്ലാസ്സസ്. Clear? So let's begin our today's topic. In today's session, that is in our second class of 8th chapter controlling, we are discussing techniques of managerial control. Techniques of managerial control. Before starting our class, what do you mean by the term controlling? എന്താണ് കൺട്രോളിങ്ങിൻ്റെ മീനിങ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കൺട്രോളിംഗ് മീൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻഷുറിംഗ് വെദർ വി ആർ അക്കംപ്ലിഷിംഗ് അവർ ടാർഗറ്റ്. ഇറ്റ് റെഫേഴ്സ് ടു മെഷർമെൻറ്റ് ആൻഡ് കറക്ഷൻ ഓഫ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് പ്രീഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് 5 സ്റ്റെപ്സ്. ഇതിന് 5 സ്റ്റെപ്പുകളുണ്ട്. അതായത് 5 സ്റ്റെപ്സ് ഇൻ മാനേജറിയൽ കൺട്രോൾ: ഫിക്സിംഗ് സ്റ്റാൻഡേർഡ്, മെഷറിംഗ് ആക്ച്വൽ, കമ്പാരിസൺ, find out the deviation and suggest remedial measures. In order to implement the controlling in an organization, the managers can use or they can depend on several techniques. ഈ കൺട്രോളിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റി കമ്പനികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജർമാർക്ക് ഒരുപാട് ടെക്നിക്കുകൾ അല്ലെങ്കിൽ ടൂൾസ് യൂസ് ചെയ്യാം. അങ്ങനെ കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജർമാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ടെക്നിക്സ് ഓഫ് മാനേജറിയൽ കൺട്രോൾ. മാനേജറിയൽ കൺട്രോൾസ് മേ ബ്രോഡ്ലി ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. പ്രധാനമായിട്ടും 2 മെയിനായിട്ട് നമുക്ക് ഈ മാനേജറിയൽ കൺട്രോൾ ടെക്നിക്കുകളെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ട്രഡീഷണൽ ടെക്നിക് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മോഡേൺ ടെക്നിക്സ്. ആദ്യത്തത് ട്രഡീഷണൽ ടെക്നിക്സ് ആണ്, രണ്ടാമത്തത് മോഡേൺ ടെക്നിക്സ് ആണ്. ആൻഡ് ഇൻ ദിസ് ക്ലാസ് വി ആർ ഡിസ്കസിങ് ഓൺലി ദ ഫസ്റ്റ് വൺ, ട്രഡീഷണൽ ടെക്നിക്. ഇന്ന് നമ്മൾ എന്ത് മാത്രം പഠിക്കുന്നു? ട്രഡീഷണൽ ടെക്നിക് മാത്രമാണ് ഇന്ന് പഠിക്കുന്നത്. ട്രഡീഷണൽ ടെക്നിക്സ് ആർ ദോസ് വിച്ച് ഹാവ് ബീൻ യൂസ്ഡ് ബൈ ദ കമ്പനീസ് ഫോർ എ ലോങ് ടൈം. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പണ്ട് തൊട്ടേ ഉള്ളത്, പരമ്പരാഗതമായിട്ടുള്ളത്, പഴയത്, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഉള്ളത് എന്നാണ് ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ. ഓൾഡ് ടെക്നിക്സ്. Traditional techniques are those which have been used by companies for a long time. ഒരുപാട് കാലങ്ങളായിട്ട് കമ്പനികൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെ വിളിക്കുന്ന പേരാണ് ട്രഡീഷണൽ ടെക്നിക്സ് എന്ന്. ദീസ് ഇൻക്ലൂഡ് പേഴ്സണൽ ഒബ്സർവേഷൻ. ഇതിൽ 4 പോയിന്റുകളാണുള്ളത്, 4 ട്രഡീഷണൽ ടെക്നിക്കുകളാണുള്ളത്. ആദ്യത്തേത് പേഴ്സണൽ ഒബ്സർവേഷൻ ആണ്, രണ്ടാമത്തേത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, മൂന്നാമത്തേത് ബ്രേക്ക് ഈവൻ അനാലിസിസ്, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ബഡ്ജറ്ററി കൺട്രോൾ. 4ാമത്തത് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. ബൈ ഹാർട്ട് ചെയ്യുക 4 ട്രഡീഷണൽ ടെക്നിക്സ്. വാട്ട് ആർ ദ 4 ട്രഡീഷണൽ ടെക്നിക്സ്? Yes, the first one personal observation, second one statistical reports, third one break-even analysis, and the fourth one is budgetary control. The first one is personal observation. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓരോ പോയിന്റുകളും. ആദ്യത്തേത് ഇതാണ് പേഴ്സണൽ ഒബ്സർവേഷൻ. ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ. ഈ കാണുന്നത് ഒരു മാനേജറാണ്. ഹി ഈസ് ഒബ്സർവിങ് ദ തിങ്സ് പേഴ്സണലി. ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാളുടെ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നു. The meaning is clear from the name itself. Observing the actual performance personally by a manager. ഒരു മാനേജർ ഒരു കമ്പനിയിൽ എന്ത് നടക്കുന്നു എന്ന് പേഴ്സണലായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പേഴ്സണൽ ഒബ്സർവേഷൻ. നേരിട്ട് അങ്ങ് നിരീക്ഷിക്കുക. ദിസ് ഈസ് ദ മോസ്റ്റ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കൺട്രോൾ. ഏറ്റവും പഴയ ടെക്നിക്കാണ് ഈ പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പേഴ്സണൽ ഒബ്സർവേഷൻ എനേബിൾസ് ദ മാനേജർ ടു കളക്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ എംപ്ലോയീസ്. പേഴ്സണൽ ഒബ്സർവേഷൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് എനേബിൾസ് ദ മാനേജേഴ്സ് ടു കളക്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ എംപ്ലോയീസ്. ഒരു കമ്പനിയിലെ എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള ഫ്രഷ് ഇൻഫർമേഷൻ, അതായത് ഒരു കമ്പനിയിലെ ആക്ച്വൽ പെർഫോമൻസ് എന്താണ്, എംപ്ലോയീസ് എന്തൊക്കെയാണ് കമ്പനിയിൽ ചെയ്യുന്നത് എന്ന് വളരെ പെട്ടെന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാനേജർമാരെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് പേഴ്സണൽ ഒബ്സർവേഷൻ. ക്ലിയർ? മനസ്സിലായോ? പേഴ്സണൽ ഒബ്സർവേഷൻ. The second traditional technique is statistical reports. രണ്ടാമത്തെ ട്രഡീഷണൽ ടെക്നിക്കിന്റെ പേര് ഇതാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്.
ഈ ക്ലാസ് കാണുന്ന ചില കുട്ടികൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷണലായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് നോളജ്. ഇനി എല്ലാ കൊമേഴ്സ് കുട്ടികളും എക്കണോമിക്സിൽ കുറച്ച് സ്റ്റാറ്റ് പഠിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ആവറേജ്, റേഷ്യോ, മീൻ, മീഡിയൻ, മോഡ്, കോറിലേഷൻ, റിഗ്രഷൻ, ഇതൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പഠനശാഖയിലെ വിവിധ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാം. Various statistical tools like averages, ratio, correlation, regression, chart, etc. present useful information to the managers regarding the performance at various areas of the organization. By using the various techniques of statistics, a manager can present business data very effectively and thereby he can compare actual with standard. സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള വ്യത്യസ്ത ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാം, നമുക്ക് കമ്പയർ ചെയ്യാം, നമുക്ക് ആവറേജുകൾ എടുക്കാം, ഇങ്ങനെ ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യാം, റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാം. ഇതൊക്കെ ചെയ്ത് നമുക്ക് ഡീപ്പായിട്ടൊന്നും പോകാനില്ല, ജസ്റ്റ് ഒന്ന് പഠിക്കാനേ ഉള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പഠനശാഖയിലുള്ള വ്യത്യസ്ത ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോളിംഗ് എന്ന ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. Statistical analysis in the form of averages, ratios, correlation, etc. present useful information to the managers regarding the performance at various levels in the organization. The third one is break-even analysis. Break-even analysis. ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, ഇത് വളരെ വൈഡായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നിങ്ങൾ BCom എത്തിക്കഴിഞ്ഞാൽ അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഈവൻ അനാലിസിസ് പഠിക്കും. നമുക്കിവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് എ ട്രഡീഷണൽ ടെക്നിക്സ് യൂസ്ഡ് ബൈ മാനേജേഴ്സ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്? ഈസ് എ ട്രഡീഷണൽ ടെക്നിക് യൂസ്ഡ് ബൈ മാനേജേഴ്സ്. മാനേജർമാർ ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. എന്തിനു വേണ്ടിയിട്ട്? ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ്, ഒരു കമ്പനിയിലുള്ള കോസ്റ്റ്, അതുപോലെ തന്നെ വോളിയം ഓഫ് സെയിൽസ്, അതുപോലെ തന്നെ പ്രോഫിറ്റ്. ഈ CVP എന്ന് കാണാം. ബ്രേക്ക് ഈവൻ അനാലിസിസിന്റെ വിളിക്കുന്ന മറ്റൊരു പേരാണ് CVP അനാലിസിസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ പ്രോബബിൾ പ്രോഫിറ്റ് ആൻഡ് ലോസസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഈ ഒരു ടെക്നിക്കിന്റെ ഭാഗമായിട്ട് ഇറ്റ് ഡിറ്റർമൈൻസ് ദ പ്രോബബിൾ പ്രോഫിറ്റ് ആൻഡ് ലോസസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഓരോ ഏരിയ അല്ലെങ്കിൽ ഓരോ സമയത്തും ഉണ്ടാകുന്ന നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് എത്രയാണ്, നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ലോസ് എത്രയാണ് നമ്മൾ മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നു. The sales volume at which there is no profit or loss is known as break-even point. നമുക്ക് ലാഭമോ നഷ്ടമോ ഇല്ലാത്ത ഒരു സെയിൽസ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന്. അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ടോട്ടൽ റവന്യൂ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആയിട്ട് മാറുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് എ ടെക്നിക്ക് യൂസ്ഡ് ബൈ മാനേജേഴ്സ് ടു ഫൈൻഡ് ഔട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ്. Break-even point is a point at which there is no profit and no loss. And this analysis, that is break-even analysis, determines the probable profits and the losses at different levels of activity, and it tries to establish a relationship between cost, volume and profit. So it is also known as CVP analysis. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ ചിത്രമൊക്കെ പഠിക്കാനുണ്ട്, അതൊന്നും ഇപ്പോൾ അത്ര ഡീപ്പായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഫോർത്ത് വൺ ഈസ് ബഡ്ജറ്ററി കൺട്രോൾ. നാലാമത്തെ ട്രഡീഷണൽ ടെക്നിക്കിന്റെ പേര് ഇതാണ്, ബഡ്ജറ്ററി കൺട്രോൾ. ഇതിപ്പോ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. കേരള ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് 2 ദിവസം മുമ്പേ നമ്മുടെ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചു. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് അറിയുന്നതാണ്. ബഡ്ജറ്റ് ഈസ് എ ടേം ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് ബൊഗേറ്റി എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ബഡ്ജറ്റ്. നമ്മൾ ടൈപ്പ് ഓഫ് പ്ലാനിൽ ബഡ്ജറ്റ് പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ടൈപ്പ് ഓഫ് പ്ലാൻസ് പഠിക്കുന്ന സമയത്ത് ബഡ്ജറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. Budgetary control is a technique of controlling the activities of an organization with the help of budgets.
ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കമ്പനിയുടെ കൺട്രോളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന്. പേര് തന്നെ ക്ലിയർ ആണ്, കൺട്രോൾ, ബഡ്ജറ്ററി കൺട്രോൾ, കൺട്രോളിംഗ് by budget, controlling by preparing budget. It is a technique of controlling the activities of an organization with the help of budgets. A budget is a quantitative statement for a definite future period. A budget is a quantitative statement for a definite future period of time for the purpose of obtaining a given objective. ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന, ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റുകൾ എന്ന്. എ ബഡ്ജറ്റ് മീൻസ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. എ ബഡ്ജറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് റെപ്രസെന്റേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു കമ്പനിയിൽ കുറേ ടൈപ്പ് ബഡ്ജറ്റുകൾ, ക്യാഷ് ബഡ്ജറ്റ്, ഇതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സെയിൽസ് ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു സെയിൽസ് ബഡ്ജറ്റിൽ കൂടി. അല്ലെങ്കിൽ ക്യാഷ് ബഡ്ജറ്റിൽ കൂടി നമ്മൾ ക്യാഷിന്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ മുൻകൂട്ടി തീരുമാനിക്കുന്നു. പ്രീഡിറ്റർമൈനിങ് ദ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഇസ് നോൺ ആസ് ക്യാഷ് ബഡ്ജറ്റ്സ്. അപ്പോൾ മുൻകൂട്ടി തീരുമാനിക്കുക, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബഡ്ജറ്റ് prepared by the company will act as a standard. കമ്പനികൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബഡ്ജറ്റുകൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ആ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോളിംഗ് ആക്ടിവിറ്റി, കൺട്രോളിംഗ് എന്ന ഫംഗ്ഷൻ പെർഫോം ചെയ്യാം. അപ്പോൾ ബഡ്ജറ്റുകളുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പനിയിൽ കൺട്രോളിംഗ് ചെയ്യാം. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കൺട്രോളിംഗ് ദ ബിസിനസ് ആക്ടിവിറ്റി ബൈ പ്രിപ്പയറിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ബഡ്ജറ്റ്സ്. എ ബിസിനസ് മാൻ ക്യാൻ പ്രിപ്പയർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ആൻഡ് ഹി ക്യാൻ control the activities of an organization effectively. ഇനി കുറച്ച് ഇതിൻ്റെ അഡ്വാൻറ്റേജുകളൊന്ന് മനസ്സിലാക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് ബഡ്ജറ്റിംഗ് ഒന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഫെസിലിറ്റേറ്റ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ബൈ ഐഡന്റിഫൈയിങ് ദ ഏരിയാസ് വിച്ച് റിക്വയർ സ്പെഷ്യൽ അറ്റൻഷൻ. അപ്പോൾ ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് ഇപ്പം നമ്മൾ പറയുന്നത്. ബഡ്ജറ്റിംഗ് ഫെസിലിറ്റേറ്റ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. അപ്പോൾ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ? സ്റ്റേറ്റ്സ് ദാറ്റ് സ്ലൈറ്റ് ഡീവിയേഷൻ ക്യാൻ ബി ഇഗ്നോർഡ്. ചെറിയ ചെറിയ ഡീവിയേഷൻ നമുക്ക് ഇഗ്നോർ ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യമാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. അപ്പം ഈ ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഏതാണ് പ്രധാനപ്പെട്ട മേഖലകൾ. വി ക്യാൻ ഐഡന്റിഫൈ വിച്ച് വൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ ഓഫ് എ ബിസിനസ് യൂണിറ്റ് വെൻ എവർ വി ആർ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്സ്. സോ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് enables the manager to identify the important areas or the important aspects and thereby we can implement management by exception. ബഡ്ജറ്റിംഗിന്റെ സഹായത്തോട് കൂടിയിട്ട് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ സാധ്യമാണ്. രണ്ടാമത്തെ നോക്കുക, ബഡ്ജറ്റിംഗ് ഹെൽപ്സ് ഇൻ അറ്റൈനിങ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ കൂടി കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാം. ത്രൂ ബഡ്ജറ്റിംഗ് an organization can achieve its objectives. Through budgeting an organization can achieve its objectives. Number 3, budgeting helps in optimum utilization of resources. ബഡ്ജറ്റിങ്ങിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് കമ്പനിയിൽ ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളെ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഈസ് പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബഡ്ജറ്റിംഗ്. ബൈ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ് we can ensure good or effective utilization of available resources. Number 4, budgeting is also used for achieving coordination among different departments of an organization. Budgeting is also used for achieving. Budgeting നെ നമുക്ക് എന്തിനു കൂടി ഉപയോഗിക്കാം? It's useful to achieve coordination, ഏകോപനം among different departments in a company. ഒരു കമ്പനിയിലുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കാൻ, കോഓർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബഡ്ജറ്റുകൾ ഉപയോഗിക്കാം. അപ്പോൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് ഇപ്പോൾ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ഈസ് പോസിബിൾ. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഈസ് പോസിബിൾ. കോഓർഡിനേഷൻ എമംഗ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഈസ് പോസിബിൾ. അപ്പോൾ ഒന്ന് പഠിക്കുക, അഡ്വാൻറ്റേജസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ടെക്നിക്സ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത ക്ലാസ്സിൽ, 3ാമത്തെ ക്ലാസ്സിൽ മോഡേൺ ടെക്നിക്സ് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.